രാമ, ഇപ്പോൾ നമ്മുടെ 3 സർക്കാർ, അതായത് BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ 3 സർക്കാർ ഇപ്പോൾ കൊട്ടാരക്കര മണ്ഡലം അറിയാമല്ലോ, നാട് ഉറ്റു നോക്കുന്നൊരു മണ്ഡലമാണ്. അതെ. അപ്പൊ അവരെന്തായാലും അവരുടെ വാഗ്ദാനങ്ങളുടെ പെരുമഴ, നമ്മുടെ സ്ഥിരം ഡയലോഗ്, വാഗ്ദാനങ്ങളുടെ പെരുമഴ ഒഴുകിക്കൊണ്ടിരിക്കുക ഇവിടെ. അപ്പോൾ ഇവർക്ക് 3 പേർക്കും കൂടാതെ ഞങ്ങൾ നിന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ ഈ മണ്ഡലത്തിൽ നിർത്തി. അപ്പോ നീ അങ്ങ് ജയിച്ച്, എങ്ങനെയോ അങ്ങ് ജയിച്ച്. ഓക്കെ. അപ്പോ ഈ ജയിച്ച് നിന്നെ കൊട്ടാരക്കര MLA ആയി. നിന്റെ കയ്യിലോട്ട് ഈ 5 വർഷത്തേക്ക് കൊട്ടാരക്കര മണ്ഡലം നിന്നെ ഏൽപ്പിക്കുക. അപ്പൊ നിനക്ക് ഇവരാരും ചെയ്യാത്ത, അല്ലെ നിന്റെ മനസ്സിൽ തോന്നി ഇതാണ് കൊട്ടാരക്കര എന്നാണ് ഇപ്പൊ അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് കരുതുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഒരു വികസന പോയിന്റുകൾ, വികസന കാര്യങ്ങൾ, അത് നമ്മുടെ ജനങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം. എനിക്ക് പറയാൻ, കൊട്ടാരക്കര ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണം. അത് കുരുക്ക് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ. പിന്നെ KSRTC ബസ് സ്റ്റാൻഡ് കുറച്ചും കൂടെ ഓടയാണാക്കുക. പിന്നെ ഇപ്പം രാത്രി ഒരു നൈറ്റ് ലൈഫ്, അതായത് ഒരു ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും വന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു അവസരം, ഒരു സ്ട്രീറ്റ് സെറ്റപ്പ് ആയി കൊടുക്കുക. നൈറ്റ് ലൈഫ് അവർക്ക് ഒരു എൻജോയ് ചെയ്യാൻ. ഇപ്പൊ ജോലി കഴിഞ്ഞ് വരുന്നവർക്കാര് ഒരു റിലീഫ് വേണമല്ലോ, അതിനുള്ള സെറ്റപ്പ് ആക്കുക. പിന്നെ നോക്കുന്നതെന്ന് പറഞ്ഞാല് ആരോഗ്യ മേഖലയായിരിക്കും. അത് നമ്മുടെ താലൂക്ക് ആശുപത്രി കുറച്ചും കൂടെ സാധാരണക്കാർക്ക് നല്ല ചികിത്സ കിട്ടാനുള്ളൊരു അവസരം ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നീ ഭരണത്തിൽ വന്നാൽ, നീ MLA ആയ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ നീ ആഗ്രഹിക്കും. അതെ. ഓക്കെ, താങ്ക് യു.